ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കൈവിടാത്ത കരുതലോ ചർച്ച തുടരുകയാണ്. പുതിയ അതിഥികളാണ് രാജു പി നായർ കോൺഗ്രസിൽ നിന്നും, ഇടത് നിരീക്ഷകൻ എം ജയചന്ദ്രൻ, ഷാജി രാഘവൻ BJP-യിൽ നിന്നും. ആദ്യം കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. ശ്രീ രാജു പി നായർ, ഇന്നിപ്പോൾ LDF യോഗശേഷം ഘടകകക്ഷികളുടെ പ്രതികരണം താങ്കൾ കണ്ടല്ലോ. ഏറ്റവും ശക്തമായി വർഗീസ് ജോർജിന്റെ പ്രതികരണമാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഈ രാഷ്ട്രീയ വിഷയത്തിൽ മറുപടി വേണ്ടേ? അത് ചർച്ച ചെയ്യപ്പെട്ടില്ല, അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് ഉന്നയിക്കുന്നു, ചർച്ച ചെയ്തു. പക്ഷേ അതിന്മേൽ അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തിന് സമയമുണ്ടല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയം എന്നുള്ളത് 1 മാസമാണ്. സുജിത് ദാസിനെതിരെ എത്ര സമയമെടുത്തു? സുജിത് ദാസ് IPS-നെ സസ്പെൻഡ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുത്തു? P. വിജയൻ IPS-നെ സസ്പെൻഡ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? എന്തായിരുന്നു ആരോപണം? ഏലത്തൂർ തീവണ്ടി തീവെപ്പ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഒരു മാധ്യമം കാണിച്ചു. അപ്പോൾ വന്നതിന്റെ വിവരം ചോർത്തി കൊടുത്തു എന്നുള്ളത്, അതിലുള്ള കുറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് P. വിജയൻ സസ്പെൻഡ് ചെയ്തല്ലോ. എത്ര ദിവസം എടുത്തു? അജിത് കുമാറിനുള്ള IPS തന്നെ അല്ലേ സുജിത് ദാസിനുള്ള IPS? അത് IPS തന്നെയല്ലേ P. വിജയനുള്ള IPS? അപ്പൊ വളരെ കൃത്യമാണ് സ്മൃതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഇന്നത്തെ ചർച്ചയിൽ CPM പ്രതിനിധിയില്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അയക്കുന്നില്ല, അത് തന്നെയായിരിക്കും ഇന്നും എന്ന് ഞാൻ കരുതുന്നു. CPM പറയുന്ന കാര്യം CPM-ന്റെ അണികൾക്ക് ബോധ്യപ്പെടുന്നില്ല, CPM-ന്റെ ഘടകകക്ഷികൾക്ക് ബോധ്യപ്പെടുന്നില്ല. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ പാർട്ടി സെക്രട്ടറി 2 or 3 തവണ ഇതിൽ പ്രതികരിച്ചു. ഇന്ന് LDF-ന്റെ കൺവീനർ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്ന പോലെ ഒരു തള്ളാണെങ്കിലും ആ ഗീർവാണ പ്രസംഗം നടത്തി. ഈ 3 നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഗീർവാണം നടത്തിയിട്ട് ജനങ്ങളോട് പാർട്ടിയുടെ നിലപാട് ഇന്നതാണ് എന്നു പറയാൻ CPM-ന്റെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പറയുന്ന പ്രതിരോധത്തിന്റെ മുഴുവൻ കാതൽ എത്രത്തോളം ഉണ്ട്, അത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അതല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഒരു നിലപാട് പറഞ്ഞാൽ CPM-ന്റെ അതെന്തു ആയിക്കോട്ടെ, അത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ അംഗീകരിക്കാൻ കഴിയാത്തതാണോ എന്തും ആയിക്കോട്ടെ, 150 കോടി അൻവർ ആരോപണം ഉന്നയിച്ചപ്പോ അത് ഏറ്റുപറയാനായിട്ട് CPM-ന്റെ പ്രതിനിധിമാരുണ്ടായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവിനെതിരെ. വിജിലൻസ് അവസാനം ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൊടുത്ത കേസാണ്. അങ്ങനെ CPM-ന്റെ പാർട്ടി സെക്രട്ടറിയും LDF-ന്റെ കൺവീനറും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരണം നടത്തിയിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് ചർച്ചയിൽ വന്ന് ജനങ്ങളോട് പറയാൻ കഴിയാത്ത CPM-ന്റെ അവസ്ഥ. ആ ഗീർവാണം കേട്ടുകൊണ്ട് CPI-യും RJD-യും എല്ലാം JJD ഒക്കെ അതിനകത്ത് ആ മുഖ്യമന്ത്രിയുടെ സമയം ആവശ്യപ്പെട്ടത് കേട്ട് പഞ്ചപുച്ഛമടക്കി പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഈ LDF-നെ സംബന്ധിച്ചോളം RSS-ഉമായിട്ടുള്ള ചങ്ങാത്തത്തിൽ യാതൊരു കുഴപ്പവുമില്ലെന്നാണ്. CPI തങ്ങളുടെ അനുകളെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യം ഇതിനകത്തുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുറത്തുവന്ന് ഗീർവാണ പ്രസംഗം നടത്തുന്നുണ്ട്. ബിനോയ് വിശ്വക്കത്ത് ആ ചടയൻ ഗോവിന്ദനും അതുപോലെ ശ്രമിക്കണം നമ്മുടെ വെളിയം ഭാർഗവനൊക്കെ ഇരുന്ന കസേരല്ലേ ഇരിക്കുന്നത്. വെളിയം ഭാർഗവൻ തല ഉയർത്തി നിന്ന് CPM-നോട് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് അതിന്റെ ദുരനുഭവം ഉണ്ടായി. ഒരു തെരഞ്ഞെടുപ്പ് AKG സെന്ററിൽ വെച്ച് നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലായി പോയി, അല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു എന്ന് ഇന്നത്തെ പിണറായി വിജയൻ, പഴയ പിണറായി വിജയൻ വെളിയം ഭാർഗവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും തല ഉയർത്തി നിന്ന് അഭിപ്രായം പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നു. സഖാവ് ബിനോയ് വിശ്വമൊക്കെ ഈ പണി നിർത്തിപ്പോയി കൂടെ. ഇനി ഈ ഇടതുപക്ഷം എന്ന് ഇനി ഇവർക്ക് വിളിക്കാൻ CPI-ക്ക് അധികാരമില്ല, CPI-ക്ക് പോലും പറയാൻ പറ്റില്ല. നോക്കൂ എന്താ പറയുന്നത്. EP ജയരാജന്റെ പുറത്തേക്ക് RSS പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന് കുഴപ്പമല്ല, അതുകൊണ്ടല്ല പുറത്താക്കിയത്. LDF കൺവീനർ പറയാണ് RSS-ന്റെ നേതാക്കന്മാരെ 2 പേരെ 10 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ പോയി സംസാരിച്ച് RSS-ന്റെ ഒരു മധ്യസ്ഥന്റെ കാറിൽ കയറി സ്വകാര്യ സന്ദർശനം നടത്തിയ ADGP-യെ പുറത്താക്കേണ്ട കാര്യം പോലുമില്ല. ഞങ്ങൾ സംസാരിക്കണമെങ്കിൽ ഈ ഹൊസാബിലോടല്ല, ഞങ്ങൾക്ക് മോഹൻ ഭഗവതിനോട് നേരിട്ട് സംസാരിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ RSS-ഉമായിട്ട് ഇവർക്ക് ചങ്ങാത്തം ഉണ്ടാവുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല എന്ന് CPM ഉറച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്തിനാണ് CPM-ന്റെ അണികൾ മതേതര പാർട്ടിയാണെന്നും RSS-നെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്? സ്വന്തം പുച്ഛം തോന്നില്ലേ?
ഇ.പി. ജയരാജൻ RSSനെ കണ്ട പ്രകാശ് ജാവ്ദേക്കറിന്റെ പേരിലല്ല പുറത്താക്കപ്പെട്ടത്. ADGP കണ്ടിട്ട് പറയുന്നില്ല. തൃശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെ പുറത്തു വന്നിട്ട് അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ CPM RSSന്റെ ATയുമായി മാറിയിരിക്കുന്നു. RSSന്റെ നയം നടപ്പിലാക്കുന്ന സംവിധാനമാണ് CPMന്റെ സംവിധാനം. കാരണം BJPയുമായിട്ട് ചങ്ങാത്തം ഞങ്ങൾ പണ്ട് നടത്തിയിട്ടുണ്ട്. 1977 ഞാൻ ജയിച്ചത് RSSന്റെ പിന്തുണയോട് കൂടിയാണ്. എനിക്ക് KG മാരാര് ബാഡ്ജ് കുത്തി തന്നിട്ടുണ്ട്. ഇതെല്ലാം സത്യമാണ്. പക്ഷെ പ്രസംഗത്തിൽ ഞാൻ ഇതെല്ലാം നിങ്ങളാ ചെയ്തെന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് RSSുമായി യാതൊരു പ്രശ്നവുമില്ല. മറുപടി ഇന്ന് LDF യോഗശേഷം ഘടകകക്ഷികളുടെ പ്രതികരണം താങ്കളും കണ്ടിരിക്കുമല്ലോ. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് എന്നും ഇതിനെങ്ങനെയല്ല തീരുമാനമുണ്ടാകേണ്ടതെന്നും തുറന്നടിച്ചിരിക്കുകയാണ് നേതാക്കൾ. അപ്പോൾ നേരത്തെ ഇപ്പോൾ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ SP-മാർക്കെതിരായ നടപടി, ക്ഷമിക്കണം, IPS ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി എന്നുള്ളത് വലിയ നടപടിക്രമങ്ങളുള്ളതാണ്, വലിയ സാങ്കേതികത്വമുള്ളതാണ് എന്ന് പറയുമ്പോൾ P. വിജയന്റെ കാര്യത്തിൽ അതുണ്ടായില്ല, സുജിത്ദാസിന്റെ കാര്യത്തിൽ താമസമുണ്ടായില്ല. അപ്പോൾ ഈ താമസം എന്തുകൊണ്ടാണ് അജിത് കുമാറിന്റെ കാര്യത്തിൽ? ഇതൊക്കെ എത്രയോ പ്രാവശ്യം ചർച്ച കഴിയുകയും ഇന്ന് LDF യോഗശേഷം കൺവീനർ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ കോൺഗ്രസിന് അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേറെ വഴികളൊന്നുമില്ല. സ്മൃതി, ഇത് ഈ പ്രശ്നത്തിൽ ഞാൻ കാണുന്നത് അങ്ങനെയല്ല. ഞാൻ കാണുന്നതിനെ മറ്റൊരു ഡയമെൻഷനിലാണ് കാണുന്നത്. ഇന്നലെ അത് സംബന്ധിച്ച് ആ റിപ്പോർട്ടിൽ തന്നെയാണ് ആദ്യമായി പ്രതികരിച്ചതും എൻ്റെ ഒരു വീക്ഷണം പറഞ്ഞത്. ഇപ്പോഴും ഞാനത് വിശദമാക്കുന്നതിൽ അതിനകത്ത് അങ്ങനെ ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യമുള്ളത്. കാരണം എന്താണ് അൻവറിൻ്റെ മോട്ടീവ്? ഈ മോട്ടീവിലേക്കാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പോകേണ്ടത്. എന്നാലല്ലേ അതിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അൻവർ ഈ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് ഒരു ഇരവാദമല്ല, പക്ഷേ കൃത്യമായി പറയുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്, പറയാതെ പറയുന്ന നിലപാടെന്ന് എനിക്ക് മനസ്സിലായത്, മുസ്ലിം സമുദായത്തിന് മൊത്തം വേണ്ടിയിട്ടാണ്. അവർക്കുണ്ടായ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട് വലിയ തോതിൽ. അത് അൻവറിൻ്റെ ചുറ്റുപാടുള്ള ചില കേസുകൾ പ്രത്യേകമായി എടുത്ത് പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് അൻവർ ആ വിഷയത്തിലേക്ക് വരുന്നത്. പക്ഷെ പ്രശ്നം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കേരള പോലീസിൽ ടോപ്പ് ടു ബോട്ടം മുസ്ലിം സമുദായത്തിന്, പ്രത്യേകിച്ചും പ്രാക്ടീസിങ് മുസ്ലിങ്ങൾക്ക് നീതി നൽകാത്തൊരു സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നിരന്തരം തുടർച്ചയായി ഉണ്ടാവുന്നു. ഇതാണ് ആക്ഷേപത്തിൻ്റെ കാമ്പായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അത് ആത്യന്തികമായി ദോഷം ചെയ്യുന്നത് LDFനാണ്, പ്രത്യേകിച്ച് CPMനാണ്, അതിലേറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതിച്ഛായക്കാണ്. അപ്പോൾ ഈ പ്രതിച്ഛായ നഷ്ടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ. അത് ഇനിയെങ്കിലും അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കാനുള്ള നയവും നിലപാടും പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള വാദമാണ് അൻവർ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉന്നയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അൻവറിന്റെ വാദത്തിലേക്ക് മാത്രം ചുരുക്കാതിരിക്കൂ ശ്രീ ജയചന്ദ്രൻ. താങ്കൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ആരോപണത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇന്ന് ഘടകകക്ഷികൾ നടത്തിയ പ്രതികരണം കൂടി താങ്കൾ കണ്ടിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. താങ്കൾക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് വർഗീസ് ജോർജിന്റെ പ്രതികരണം ഒന്ന് കേൾപ്പിക്കാം. BJPക്ക് 13% വോട്ടായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ. അവർ 19. അത് ചർച്ച ചെയ്യണ്ടേ? ഇപ്പോൾ പോലീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ പോയി RSSന്റെ ദേശീയ നേതാക്കളെ കണ്ടിരിക്കുന്നു. ചർച്ച ചെയ്യണ്ടേ? അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് മറ്റ് ഘടകകക്ഷികൾ അതിനോട് യോജിച്ചു. ആ ഘടകകക്ഷികളിലും തന്നെ ചർച്ചയിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ചർച്ചയിലേക്ക് കടക്കുകയായിരുന്നു. CP അടക്കമുള്ളവർ അവരുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ADGP മാറ്റി നിർത്തണം തന്നെയാണല്ലോ തന്നെ പറഞ്ഞു. RJDയുടെ നിലപാട് അത് തന്നെയാണ്. ഞങ്ങൾ ആ യോഗത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ. മുഖ്യമന്ത്രി എന്താണ് ഇക്കാര്യത്തിൽ? മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ ഈ വിഷയം കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരും. അതിനുശേഷം തീരുമാനമെടുക്കാം. ഇപ്പോൾ ഒരു നടപടിയില്ല. ഇപ്പോൾ രാഷ്ട്രീയമായ നടപടിയില്ല. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ. കേട്ടല്ലോ ശ്രീ ജയേന്ദ്രൻ. അല്ല, അതിനെന്താണ്? അതാ സാധാരണഗതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നാൽ ഘടകകക്ഷികൾ പുറത്തു പറഞ്ഞ നിലപാടുകൾ തന്നെ അകത്തും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടുകൾ പറയും. നിലപാടുകൾ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അതേസമയം നിലപാടുകൾ കഴിഞ്ഞിട്ടാണ് കൂട്ടായി തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം കൂട്ടായിട്ടാണ് എടുത്തതെന്ന് വർഗീസ് ജോർജ് തന്നെ ഈ വാക്കുകളിൽ ഉണ്ടല്ലോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, CPIയും പറയാനുള്ളത് പറഞ്ഞു.
പക്ഷേ ഇതാണ് തീരുമാനം. അതും അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം പറയാതിരിക്കുന്നില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. മുഖ്യമന്ത്രിക്ക് ഇത് സാങ്കേതിക വിഷയമാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് ഘടകകക്ഷികൾ എല്ലാവരും പുറത്തും അകത്തും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ താങ്കൾക്ക് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നാണോ? അല്ല, അതല്ല, അത് സ്മൃതി എന്താണ് വീണ്ടും അങ്ങനെ പറയുന്നതെന്നുള്ളതിനകത്താണ് എനിക്ക് അസ്വാഭാവികത തോന്നുന്നത്, സ്മൃതിയുടെ പറച്ചിലിൽ. കാരണം LDF ഘടകകക്ഷികൾക്ക് പറയാനുള്ളവർ LDF യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് തീരുമാനമെടുത്തത്. ഈ കാര്യം തീരുമാനം എന്നുള്ളത് ADGPയെ മാറ്റുന്നില്ല എന്നുള്ളതാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ RSSുമായി ബന്ധമെന്ന ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും അതുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷി MLAയിൽ നിന്നും ഉള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നു. അത് ഘടകകക്ഷികൾ അതിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്, അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം, സസ്പെൻഷൻ അല്ലല്ലോ പറയുന്നത്, ആ ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അതിലേക്ക് പോലും കടക്കാൻ ഉള്ള തടസ്സം എന്താണ്? ആ തടസ്സം എന്താണെന്നാണ് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണല്ലോ അതിൽ പല വ്യാഖ്യാനങ്ങളും വരുന്നത്. ശ്രീ ജയേന്ദ്രൻ, അല്ല, തടസ്സം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, വർഗീസ് ജോർജിന്റെ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ടല്ലോ മറുപടി. തടസ്സമല്ലല്ലോ, മറുപടി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു അവ്യക്തതയും ഇല്ലാതെ വർഗീസ് ജോർജ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, CPIക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, മറ്റു പാർട്ടികൾ സ്വാഭാവികമായി പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണമല്ലോ. പക്ഷെ എടുത്ത തീരുമാനം ഇന്നതാണ്, അതും വർഗീസ് ജോർജ് തന്നെ പറയുന്നു, മറ്റാരുമല്ലോ, അദ്ദേഹം തന്നെയല്ലേ രണ്ടും പറയുന്നത്. അപ്പോൾ അത് അവർ അംഗീകരിച്ചു, എടുത്ത തീരുമാനം, വിമർശനങ്ങൾ ഉന്നയിച്ചു, കൂട്ടായ തീരുമാനമെടുത്തു. അതാണ് വർഗീസ് ജോർജ് പുറത്തു പറഞ്ഞത്. അതാണ് മുന്നണിയുടെ രീതി, ശീലം. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. മുന്നണി കൺവീനർ അത് തന്നെയാണല്ലോ ചെയ്തത്. അതല്ലാതെ ഞങ്ങൾ പിന്നെ അവിടെ പറഞ്ഞ തീരുമാനങ്ങൾ അംഗീകരിച്ചില്ല, അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ആ തീരുമാനം എതിർപ്പ് തന്നെ പറയുകയാണ്, ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നല്ലല്ലോ വർഗീസ് ജോർജ് പറയുന്നത്. സാധാരണ പാർട്ടി പ്രവർത്തകർ, ഘടകകക്ഷികൾ, ഇവർക്കൊന്നും ബോധ്യമാകാത്ത, അതവിടെ തീരുമാനിച്ചു, അങ്ങനെ ഒരു അവസാന തീരുമാനം കൺവീനർ പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിന്മേൽ ഒരു ചർച്ചയില്ല, അതിന്മേലൊന്നും മിണ്ടാൻ പാടില്ല എന്ന നിലപാട് താങ്കൾക്ക് പറയാം. പക്ഷേ ജനങ്ങൾക്കത് ബോധ്യമാകണമെന്നില്ല. ബോധ്യമാകാത്തതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ആ ചോദ്യം ഉണ്ടാകുന്നത്. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോയ ശേഷം എത്താം. ശ്രീ ഷാജി രാഘവൻ, ഇന്നുണ്ടായിരിക്കുന്ന LDF യോഗ തീരുമാനം എന്നുള്ളത് ADGPയെ തൽക്കാലം മാറ്റേണ്ടതില്ല, PV അൻവർ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഈ RSS ബന്ധമെന്ന ആരോപണം കൂടി അതിൽ ചേർക്കാം എന്നൊരു വിശാല മനസ്സ് മുഖ്യമന്ത്രി കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണത്തിന് സമയവുമുണ്ട്, 1 മാസമാണല്ലോ DGPക്ക് കൊടുത്തിരിക്കുന്ന സമയം. അപ്പോൾ സമയമെടുത്ത് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം. അതിനെ BJP എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ADGP അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുള്ള ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLAയുടെ വെളിപ്പെടുത്തൽ, അതൊരു വെളിപ്പെടുത്തൽ, ആരോപണമല്ല. അത് കേവലം ADGPക്കെതിരെ മാത്രമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുണ്ട്. ആ ആരോപണം വീണ്ടും അദ്ദേഹം ഇന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. പാർട്ടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല, ഗവൺമെൻറ് പറയുന്നുണ്ട് ശശിയുടെ പേരിൽ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA തന്നെ ഇന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണം അദ്ദേഹം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച കാലത്തിലേറെയായിട്ട് ഈ വിഷയം കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നം ശ്രീ അൻവർ ഉന്നയിച്ച അതേ സമയത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് കുറ്റം ചെയ്ത ആരായാലും, അത് ADGP ആയാലും ശരി, ശശി ആയാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിലുണ്ടാവണം. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ, അദ്ദേഹം വെളിപ്പെടുത്തൽ, ആരോപണമല്ല, അത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ മുഴുവൻ കേന്ദ്രം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, ADGP ആണ്. പക്ഷേ സ്മൃതി, ഞാൻ ഈ ചർച്ചയിൽ, അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ADGPക്കെതിരെ നടപടി ഉണ്ടാവണം, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്വേഷണം ഉണ്ടാവണം, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിലെ ചർച്ചയുടെ അവസ്ഥ എന്താ? താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ബഹുമാന്യനായ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകൻ്റെ അടുത്ത് ചോദിക്കുന്നു. കാരണം ഇന്നത്തെ ഇടതുപക്ഷ LDFൻ്റെ യോഗത്തിൽ പോലും ഈ വിഷയം ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഗതികേട്. ഒരു ഭരണകക്ഷി MLA രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ ആരോപണം, വെളിപ്പെടുത്തലുകൾ ഗവൺമെൻറ്റിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, ഒരു ADGPക്കെതിരെ ഉന്നയിച്ചിട്ട് ഇന്നതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാത്രം കേരളം ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇത് തന്നെയാണ് കേരളത്തിൻ്റെ ഗതികേട്.
ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും ഞങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതുകൊണ്ട് കേവലം ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള വിഷയമല്ല, അതിനപ്പുറത്തിനൊരു തലമുണ്ട്. ഇന്നലെയും ഇന്നുമായി നമുക്കറിയാം കേരളത്തിൽ LDFന്റെ നിരീക്ഷകരാൽ പ്രത്യേകിച്ച് അവരുടെ ചുമതലപ്പെട്ടവരാരും തന്നെ ചർച്ചകളിൽ വരാറില്ല. ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പോലും LDFന്റെ നിരീക്ഷകൻ പറയുന്നത് ഇന്ന് ബഹുമാന്യനായ ജയചന്ദ്രൻ സാർ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ്. കാരണം അൻവർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അൻവർ പറഞ്ഞൊരു കാര്യം, അല്ലെ അൻവറിൻ്റെ ഉള്ളിലിരിപ്പ് മലപ്പുറം ജില്ലയിലെ ഒരു മതവിഭാഗം അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, ഇത് അവർ വെളിപ്പെടുത്തുകയാണിപ്പോൾ. അതാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഞങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് പറയുമ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ മൊത്തം അരക്ഷിതാവസ്ഥയെ പറ്റിയിട്ടല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മലപ്പുറം കേന്ദ്രീകരിച്ചതും ശ്രീ അൻവർ പറഞ്ഞിട്ടുള്ളതുമായ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടും സ്വർണം പൊട്ടിക്കലുമായി ഒരു വിഭാഗം ജനങ്ങൾക്ക്, അല്ലെങ്കിൽ അതൊരു മതവിഭാഗമല്ല, ഒരു വളരെ മൈനോറിറ്റിപ്പെട്ട വളരെ മൈനോറിറ്റി വിഭാഗമല്ല, മൈനോറിറ്റി നമ്പറുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക്, അത് ഈ ഭരിക്കുന്ന മാറി വന്ന കേരളത്തിലെ 2 മുന്നണികളിൽപ്പെട്ടവരുണ്ട് ഇതിൻ്റെ നേതാക്കന്മാർ. അതുകൊണ്ട് മലപ്പുറത്തെ അത് UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് മലപ്പുറത്തുണ്ട്. അവർക്ക് ഇന്നത്തെ തീരുമാനം വളരെ സന്തോഷമാണ്, LDFന് സന്തോഷമാണ്. കാരണം എന്താ, അൻവറെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മലപ്പുറത്തിന് മൊത്തമായി അവർക്ക് നേട്ടമുണ്ട്. ഇന്ന് കുറേ നടപടിയുണ്ടായി. ADGP ഇപ്പോഴും അതേ കസേരയിലിരിക്കുക. പക്ഷേ മലപ്പുറം ജില്ലയിൽ DYSP ഉൾപ്പെടെ അല്ല DYSPയേക്കാൾ ഉയർന്ന റാങ്കിലുള്ള 7-8 ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയിരിക്കുക. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ പൊളിറ്റിക്കലായിട്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് നടപടിയെടുക്കുന്നത്. ഇന്ന് ചർച്ച പോലും കൊണ്ടുപോകുമ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ് ചർച്ച ആദ്യം വഴിമാറ്റി വിട്ടത്. ഒരു 4-5 ദിവസം മുമ്പ് അദ്ദേഹം അൻവർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് അദ്ദേഹം ഉന്നയിച്ച ഒരൊറ്റ വിഷയം മാത്രം കേരളത്തിൻ്റെ പൊതുമധ്യത്തിൽ പ്രധാനപ്പെട്ട വിഷയമായി അദ്ദേഹം അവതരിപ്പിച്ചു. അത് RSS നേതാവിനെ ADGP കണ്ടതാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ പൊതുമധ്യത്തിലെ പൊതുസമൂഹത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം അൻവർ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറഞ്ഞില്ല. ഇവിടെ VD സതീശനും ശ്രീ പിണറായി വിജയനും ചെയ്തിട്ടുള്ളത് കാലാകാലങ്ങളായി കേരളത്തിൽ അവരെടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡാണ് ഇന്ന് LDFന്റെ യോഗത്തിലും ചർച്ച ചെയ്യപ്പെട്ടത്. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ BJPയെയും RSSനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഞങ്ങളാണ് മത്സരിക്കുന്നത്, അവർക്കെതിരെ ഞങ്ങളാണ് നിലപാടെടുക്കുന്നതെന്ന് വരുത്തി തീർത്താൽ കേരളത്തിലെ വലിയ ഒരു അനുകൂലമാകും. നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾക്കെങ്ങനെ അനുകൂലമാകും? ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് വേണ്ട. ഈ ആനുകൂല്യം വേണ്ടത് UDFനാണ്, ശ്രീ VD സതീശനാണ്. കാരണം ബഹുമാന്യനായ LDFന്റെ MLA ആയിട്ടുള്ള ശ്രീ അൻവർ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിച്ചില്ല. എന്തായിരുന്നു ആ പ്രധാനപ്പെട്ട വിഷയം? ആ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ADGP അട്ടിമറിച്ച ഒരു കേസിനെ പറ്റി പറഞ്ഞു. എന്തായിരുന്നു ആ കേസ്? ആ കേസ് എന്ന് പറയുന്നത് സോളാർ കേസിൽ ശ്രീ KC വേണുഗോപാലിൻ്റെ മൊഴിയെടുത്ത സമയത്തും അതിനുശേഷം അദ്ദേഹത്തിനെതിരായിട്ട് അല്ലെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ആ കേസിൽ നിലപാടെടുത്തുകൊണ്ട് ആ കേസ് അട്ടിമറിച്ച ആളാണ് ADGP എന്ന് ശ്രീ അൻവർ പറഞ്ഞില്ലേ? അപ്പോൾ ഈ പിണറായി വിജയന്റെ ആനുകൂല്യം കേരളത്തിലെ BJPക്കും RSSനും വേണ്ട. ഇത് വേണ്ടത് കേരളത്തിലെ UDFനാണ്. ഇവർ മാറി ഭരിച്ചപ്പോൾ സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിൽ ഞങ്ങൾ എത്രയോ കാലമായിട്ട് കേരളത്തിൽ പറയുന്നു. കേട്ടില്ല സ്മൃതി? അല്ല, അങ്ങനെ അട്ടിമറിച്ചെങ്കിൽ അതിനുശേഷമാണല്ലോ അദ്ദേഹത്തിന് ക്രമസമാധാനത്തിന് ചുമതല കിട്ടിയത്. അതാണ് പ്രധാനപ്പെട്ട ആരോപണമെങ്കിൽ അജിത് കുമാറിന് പ്രശ്നം. അതെ, അത് തന്നെയാണല്ലോ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനായിക്കോട്ടെ, എന്തുകൊണ്ട് ഈ ADGP ചെയ്ത മറ്റൊരു കാര്യം പറയുന്നില്ല? ADGP ഫോൺ ചോർത്തി എന്ന് പറഞ്ഞു. ശരി, ശ്രീ രാജു പി നായർ ഷാജി രാഘവന് മറുപടി നൽകാം. ഷാജി രാഘവൻ ആദ്യത്തെ ഒരു മറുപടി. ഈ KC വേണുഗോപാലിനെതിരായിട്ടുള്ള പരാതി അത് അജിത് കുമാറാണ് മുക്കിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ CBIയും അതിന് ഭരിക്കുന്ന നരേന്ദ്രമോദിയും പിണറായി വിജയനേക്കാൾ കഴിവ് കെട്ടവനാണ് ഷാജി രാഘവൻ അംഗീകരിക്കുന്നുണ്ടോ? അതങ്ങ് വ്യക്തമായിട്ട് അംഗീകരിച്ചോളൂ. CBI എന്ന് പറയുന്നത് കേരള പോലീസിനേക്കാളും കഴിവ് കെട്ട ഒന്നാണ്. പിണറായി വിജയനെ പോലെ കഴിവ് കെട്ട ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്നും അങ്ങ് അംഗീകരിച്ചോ? അല്ല, അൻവർ അല്ലല്ലോ, നിങ്ങളല്ലേ ഇപ്പൊ KC വേണുഗോപാലിന്റെ കാര്യം പറഞ്ഞത്.
മര്യാദ വേണം. നിങ്ങളുടെ സ്വന്തം സർക്കാരിന്റെ നരേന്ദ്രമോദി നേരിട്ട് ഭരിക്കുന്ന പേഴ്സണൽ മന്ത്രാലയത്തിന്റെ CBI പറയുന്നേക്കൂ രാജു അബ്രഹാം നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. അപ്പോ അങ്ങനെ KC വേണുഗോപാലിനെതിരായിട്ടുള്ള ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് CBI കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അപ്പോ പിണറായി വിജയനേക്കാളെ കഴിവ് കെട്ടവനാണ് നരേന്ദ്രമോദി എന്ന് നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഞാനങ്ങ് അനുമാനിക്കുകയാണ്. ഞാനതിനെ അംഗീകരിക്കുന്നു. രണ്ടു പേരും തൊമ്മനും ചാണ്ടിയാണെന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഇനി ഞങ്ങൾ അധികം ചർച്ചയിലേക്ക് പോകണ്ട, അതോടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ശ്രുതി ഒന്ന് നോക്കൂ. CPM-ഉം RSS-ഉം തമ്മിൽ എങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നതെന്ന് ഈ ചർച്ച കണ്ട മനസ്സിലാവും. ഈ ചർച്ച ഇവിടെ ഇടതു നിരീക്ഷകൻ എന്ന് പറഞ്ഞാണ് ശ്രീ ജയന്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇടതൊന്നും വിളിക്കരുത്, പിണറായി നിരീക്ഷകൻ എന്ന് വിളിച്ചാൽ മതി. പിണറായിയുടെ രാഷ്ട്രീയം പറയുന്ന ശ്രീ ജയചന്ദ്രൻ ഈ ചർച്ചയിൽ RSS-നുള്ള വടി കൊടുത്ത് നോക്കൂ. മലപ്പുറത്ത് പോലീസ് സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു മതത്തിനുണ്ടായ പ്രശ്നമാണോ? അപ്പൊ തന്നെ ഇപ്പുറത്ത് BJP-യുടെ നേതാവ് ഷാജി രാഘവൻ അതിനെ എങ്ങനെയാണ് പിന്തുണച്ചതെന്ന് നോക്കൂ. നിങ്ങൾ എങ്ങോട്ടേക്കാണ് ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ സാർ പോകുന്നത്? കേരളത്തിലെ പോലീസിനകത്ത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA പോലീസിനകത്ത് നടക്കുന്ന അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് സൂചിപ്പിച്ചു. ഷാജൻ സ്കറിയുടെ 2 കോടി രൂപ മേടിച്ചു എന്നുള്ള ആരോപണമില്ലേ? ബാക്കിയുള്ള എല്ലാ ആരോപണവും നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ക്രമസമാധാന ചുമതലയിലിരുന്നുകൊണ്ട് അഴിമതിയും കൊലപാതകവും കൊള്ളിവെപ്പും ഉൾപ്പെടെയുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങൾ ബലാത്സംഗം ഉൾപ്പെടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊരു മതത്തിന്റെ പേരിലേക്ക് നിങ്ങൾ ചുരുക്കിക്കെട്ടുന്നത് ബോധപൂർവം RSS-ന് അവർ മലപ്പുറത്തുണ്ടാക്കുന്ന ഒരു നറേറ്റീവിന് പിന്തുണ കൊടുക്കാനാണ്. തീക്കൊള്ളി കൊണ്ട് നിങ്ങൾ തലചൊറിയാണ്. നിങ്ങളൊരു കള്ളത്തലവനെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തെ ഈ വർഗീയവാദികൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ജയേന്ദ്ര മാഷെ. നിങ്ങൾ സത്യം പറഞ്ഞാൽ അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ മര്യാദയോടെ. നിങ്ങൾ ഇങ്ങനെയാണ് കേരളത്തെ വഞ്ചിക്കുന്നത്. മലപ്പുറത്തെ മുസ്ലിം പ്രദേശത്താക്കി മാറ്റി നിങ്ങൾ അവിടെ ആ മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമാക്കി മാറ്റുകയാണോ ഈ വാദങ്ങൾ മുഴുവൻ? ആണോ? എന്തൊരു മര്യാദകേടും എന്തൊരു നെറികേടുമാണ് നിങ്ങൾ കാണിക്കുന്നത് ഒരു മതേതര കേരളത്തോട്. ചെയ്യരുത്, ദയവേദി ഞാൻ പറയാണ്, ചെയ്യരുത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷെ വർഗീയതയ്ക്ക് നിൽക്കരുത്. ഇനി പിണറായി വിജയൻ ഇപ്പോ ആ ന്യൂനപക്ഷ വിരോധം പിണറായി വിജയൻ ഇപ്പൊ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഇത്രയ്ക്ക് മണ്ടനാണോ ജയേന്ദ്ര സാറെ? ഈ 2 RSS-ന്റെ നേതാക്കന്മാരെയും പോയി കണ്ടപ്പോ സ്പെഷ്യൽ ബ്രാഞ്ച് പിറ്റേ ദിവസം റിപ്പോർട്ട് കൊടുത്തല്ലോ. ആ റിപ്പോർട്ട് എടുത്ത് കയ്യിൽ വെച്ചല്ലോ. തന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനമുണ്ടാകരുത് എന്ന് പറയുന്ന ഹൊസാബലെ എന്ന് പറയുന്ന RSS-ന്റെ ജനറൽ സെക്രട്ടറിയെ ഒരു RSS-ന്റെ നേതാവിനൊപ്പം ഔദ്യോഗിക കാർ മാറ്റിയിട്ട് രഹസ്യമായിട്ട് പോയി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് തന്റെ പോലീസ് സേനയ്ക്കകത്ത് RSS-ന്റെ സാന്നിധ്യം വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മണ്ടനായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പൂർത്തി എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശ്രീ രാജു പി നായർ. ശ്രീ ഷാജി രാഘവൻ, ഞാൻ ജയേന്ദ്രനിലേക്ക് പോകുന്നുണ്ട്. ശ്രീ ഷാജി രാഘവൻ ഒരു 10 സെക്കൻഡ് അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് മണ്ടത്തരമല്ല, ഇത് വളരെ കൃത്യം. ആനി രാജ പറഞ്ഞല്ലോ ഇതിനു മുമ്പ്. എത്രയോ പേര് ഇതിനകത്ത് പോലീസിന്റെ RSS സാന്നിധ്യം പറഞ്ഞു. അപ്പോഴെന്നും പോലീസ് RSS-ന്റെ കയ്യാളുകളായി മാറുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ഇവർ മണ്ടനാക്കാൻ ശ്രമിച്ചാലും ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം വളരെ കൃത്യമായി കേരളത്തിന്റെ മതേതര കേരളത്തെ വഞ്ചിച്ച് RSS-ന് വേണ്ടി അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു പണി ചെയ്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ശരി, ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ടോ? അതിലാണ് മറുപടി വേണ്ടത്. RSS-മായി കൂടിക്കാഴ്ച എന്നുള്ളത് അതിലേക്ക് വഴി തിരിച്ചുവിടുന്നു എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ PV അൻവർ ഉന്നയിച്ച ഇന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിലെ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സംഘ് പരിവാർ അനുകൂലികൾ കുടുക്കാൻ നോക്കിയത് കണ്ണൂരിലെ CPM നേതാക്കളെയാണ്, കാരായി രാജൻ അടക്കമുള്ളവരെയാണ്. ഈ കേസ് ആദ്യത്തെ സംഘപരിവാർ അന്വേഷണ സംഘം അട്ടിമറിച്ചു എന്നത് സംബന്ധിച്ച് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP അന്നത്തെ ക്രൈംബ്രാഞ്ച് SP നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പി
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുന്നു. അല്പം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. അപ്പോൾ ഇതടക്കം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഗൗരവം കാണുന്നുണ്ടോ ശ്രീ ഷാജി രാഘവൻ? സ്മൃതി, ഇത് ഈ തിരുവനന്തപുരത്ത് ഈ സ്വാമിജിയുടെ ആശ്രമം കത്തിയ സംഭവത്തിൽ അവിടെ ആദ്യം എത്തിയതിൽ ഒരാൾ അന്നത്തെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയനാണ്. പിന്നീട് DGP സഹിതം അന്ന് കേരളത്തിലെ LDF മുന്നണിയുടെ പ്രധാന പാർട്ടിയായ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഇവരൊക്കെ തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തിയതാണ്. ഇവരൊക്കെ ഏകകണ്ഠമായി ഈ കേസിനെ സംബന്ധിച്ച് ആദ്യം തന്നെ ഒരു പ്രസ്താവനയും നടത്തിയിരുന്നു, ഇത് സംഘപരിവാറുകാരാണ് എന്നുള്ളത്. ഞങ്ങൾ ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല, ഒരിടപെടലും നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയും DGPയും കേരളത്തിൻ്റെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം എത്തിയ ഒരു സംഭവത്തിൽ, ഒരു കേസിൽ ഈ തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി എന്നേ? ഇവർക്ക് എന്താ പിന്നെ ഈ കേരളത്തിൽ ഭരണത്തിൽ തുടരാനുള്ള അവകാശം? നോക്കൂ, അപ്പോഴത്തെ അന്വേഷണ സംഘം എങ്ങനെയാണ് അത് അട്ടിമറിച്ചതെന്നും അത് അട്ടിമറിക്കപ്പെട്ടു എന്ന മറ്റൊരു അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടുമാണ് PV അൻവർ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ശ്രീ ഷാജി രാഘവൻ, ഉദ്യോഗസ്ഥർ എങ്ങനെ അട്ടിമറിച്ചു, ഉദ്യോഗസ്ഥർ എങ്ങനെ അന്വേഷണം CPM നേതാക്കളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നത് ക്രൈംബ്രാഞ്ച് തന്നെ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണിപ്പോൾ ഫേസ്ബുക്കിലൂടെ PV അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. താങ്കളൊന്ന് എടുത്ത് പരിശോധിക്കൂ. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നേ. ഇത് ആരാ പരിശോധിക്കേണ്ടത്? ആരാണ് നടപടിയെടുക്കേണ്ടത്? ആരാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്? ആരാണ് ആ വിഷയത്തിൽ? കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മുൻവിധിയോടുകൂടി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഒരു സംഭവം നടന്ന സ്ഥലത്ത് ചെന്ന് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എടുത്തത് ശരിയായില്ല എന്നേ ഞാൻ ഈ സമയത്ത് സൂചിപ്പിച്ചുള്ളൂ. അന്വേഷണം കൃത്യമായ രീതിയിൽ നടന്ന് കുറ്റക്കാരാരാണോ അവരെ കുറ്റക്കാരാണെന്ന് തെളിയിക്കട്ടെ. അതിനകത്ത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ലെന്നേ. ശരി, ശ്രീ ജയേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ തെളിവുകൾ കിട്ടണം, പരിശോധിക്കണം, അതിനുശേഷം അതിലെടുക്കുന്ന സമയം, ഇതാണല്ലോ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF യോഗത്തിലും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം. ഇപ്പോൾ ഇതാ തെളിവുകളടക്കം, രേഖകളടക്കം ഒരു കേസിന്റെ കാര്യത്തിൽ പുറത്തുവിടുന്നു. അവിടെയും RSS ബന്ധമാണ്. RSS ബന്ധം എന്നുള്ളത് CPM നേതാക്കളിലേക്ക് അന്വേഷണം തിരിച്ചുവിടാൻ നടത്തിയ ശ്രമം എന്നുള്ള ഗുരുതരമായ ആരോപണം. അതിന്റെ തെളിവുകൾ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ ഇപ്പോൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനതാണ് പറഞ്ഞുകൊണ്ടിരുന്നതും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ സ്മൃതിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് അവിടെ വിട്ടു, ഞാനും വിട്ടു. ഇപ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ട് മാത്രം വീണ്ടും പറയുകയാണ്. ആ വിഷയത്തിൽ പിന്നെ സ്വാമി സന്ദീപാനന്ദഗിരി തന്നെ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ചില കാര്യങ്ങൾ. ആ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴാണ് പരിപൂർണമായി തെളിഞ്ഞത്. കാരായ രാജൻ അടക്കമുള്ളവരെ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. IP ബിനു ഉണ്ട് അക്കാര്യത്തിൽ. അദ്ദേഹം മാത്രമല്ല, തിരുവനന്തപുരത്ത് IP ബിനു ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അവരെയൊക്കെ കൊടുക്കാനുള്ള പോലീസ് തത്രപ്പാടുകൾ പോലീസ് വളരെ വലിയ തോതിൽ ആണ് ആസൂത്രണം ചെയ്തത്. പക്ഷേ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് മുഴുവൻ കാര്യങ്ങളും തെളിഞ്ഞത്. ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ. അത് കോടതിയിൽ വിചാരണ ഘട്ടം പോലും ആയിട്ടില്ല. അത് തുടങ്ങുമായിരിക്കും. എപ്പോൾ തുടങ്ങിയാലും ആ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് സ്വാമി പറഞ്ഞത്. അതിനോട് പിന്നെ അന്നും യോജിക്കുന്ന ആളാണ് ഞാൻ. കാര്യം സ്വാമി സന്ദീപാനന്ദഗിരിയെ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ കാപട്യം കൊണ്ടു നടക്കുന്ന ആളല്ല, മറ്റ് പലരെയും പോലെ, ആ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് പലരെയും പോലെ. പക്ഷെ അദ്ദേഹത്തിന് എനിക്കൊരു ഉണ്ടായപ്പോൾ അദ്ദേഹം തന്നെ കത്തിച്ചതാണ് നടക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനെതിരെ അദ്ദേഹത്തിനൊന്നും മിണ്ടാനില്ല, അദ്ദേഹം മിണ്ടാറുമില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് പോയപ്പോൾ കാര്യങ്ങൾ നേരെ തെളിഞ്ഞു. സ്മൃതി, ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ചിലർക്കെതിരെ, ഇപ്പം രാജു പി നായർ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ, മലപ്പുറത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അല്ല, പിന്നെ പ്രിയ സുഹൃത്തെ രാജു പി നായർ, ഞാൻ മലപ്പുറത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നല്ല ഉദ്ദേശിച്ചത്. മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിലുള്ള 28% മുസ്ലിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ തരത്തിലാണ് അവരതിനെ കാണുന്നതെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അകത്ത് 28% പ്രാക്ടീസിങ് മുസ്ലിംസ്, അവരെയാണ് പിന്നെ ഇവർ റെപ്രസെൻ്റ് ചെയ്ത് കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ അവർക്ക് ഇരവാദമില്ല. കാരണം എന്താണ്? അൻവർ MLA ആണ്. MLA എന്നുള്ള നിലയ്ക്ക് തന്നെ ആ വിവരങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പോ അതൊരു ചുരുക്കലല്ലേ? ആ വിഷയത്തിന്റെ ഗൗരവം വേറെ രൂപത്തിൽ അതിനെ ചുരുക്കി കാണലല്ലേ? അങ്ങനെ ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമാണ് ഇത് എന്ന രൂപത്തിൽ മലപ്പുറത്തുനിന്നായതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ശ്രീ ജയേന്ദ്രൻ, എന്ത് മോശമാണ് അങ്ങനെ ആലോചിക്കുന്നത്?
ഇപ്പോൾ അതിൽ ആരോപണ വിധേയരായ പോലീസുകാർ ആ വിഭാഗത്തിൽ നിന്നാണോ? അവരുടെ പ്രതിനിധിയായിട്ടാണ് പി വി അൻവർ സംസാരിക്കുന്നതെന്നാണോ? അല്ല, ഞാൻ പറയട്ടെ സ്മൃതി, സ്മൃതി പറയുന്നത് ഇത് ചുരുക്കലാണെന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ അതിന്റെ വക്രീകരണമായിട്ട് എനിക്ക് കാണാൻ കഴിയൂ. കാരണം അതിന്റെ എല്ലാ ഗൗരവത്തിലും വലിപ്പത്തിലുമാണ് ഞാൻ പറയുന്നത്, അത് ചുരുക്കലല്ല. പക്ഷേ താങ്കളത് കാണുന്നത് ചുരുക്കലായിട്ടാണ്. അതിൽ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യണം? ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യണം, പിന്നെ CM അഡ്രസ്സ് ചെയ്യണം, പാർട്ടി അഡ്രസ്സ് ചെയ്യണം, അത് വേണ്ടി LDF അഡ്രസ്സ് ചെയ്യണം, അത് വേണ്ടി വരും. കാരണം സംഖ്യവൽക്കരണത്തിന്റെ പ്രശ്നമല്ല. മുസ്ലിം ശത്രുത എന്നുള്ളതും ഒരു പരിധിവരെ ഇസ്ലാമോഫോബിക്കായിട്ട് മാറുന്നുണ്ടോ പോലീസ് എന്നുള്ളതൊക്കെ അപ്പോൾ അവരെ ഭരിക്കുന്നത് എന്ത് നിലപാടാണ്, എന്ത് നയമാണ്? എന്ത് RSS നിലപാട്? ഇത് RSS നിലപാടാണോ? അത് തലതിരിഞ്ഞവർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? തലതിരിഞ്ഞ ആശയഗതിയും കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് രാജു പി നായർ ഇതൊക്കെ ഞാൻ പറയുന്നത് RSS ആശയമാണെന്ന് പറയുന്നത്. എന്ത് RSS? അതായത് വിഭാഗീയത ഉണ്ടാക്കുന്ന സംഘടനയാണ് RSS എന്ന നിലപാട് താങ്കൾക്കില്ല എന്നാണോ, CPM-ന് ഇല്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതല്ലേ ആവർത്തിച്ച് ഇവിടെ CPM പറയാറ്? എന്റെ നിലപാട് ഞാൻ പറഞ്ഞത് രാജു പി നായർ പറയുന്ന RSSന്റെ ആശയഗതിയാണ് ഞാൻ പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇത് RSSുമായി ഷെയർ ചെയ്യുന്ന ഒരു ആശയമേ അല്ല. ഇതിനോട് ഒരു കാലത്ത് യോജിക്കാനും പോകുന്നില്ല. എന്താണെന്നറിയാമോ കാരണം? ഇത് RSSന്റെ താല്പര്യമാണ് പോലീസിൽ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് നേരിട്ടല്ല, RSSന്റെ നേരിട്ട് ഇടപെടലില്ലാതെ തന്നെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, RSSന്റെ നേരിട്ട് ഇടപെടലില്ലാതെ തന്നെ RSSന് വേണ്ടി എന്ന നിലയിൽ പല കാര്യങ്ങളും പോലീസിൽ ചെയ്തു വരുന്നുണ്ട്. അത് RSS പറഞ്ഞിട്ടാണ് എന്നുള്ളതിലേക്ക് എനിക്ക് പറയാൻ ഇപ്പൊ തെളിവുകളില്ല. അങ്ങനെ തെളിവ് ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ തെളിവ് വേണമെങ്കിൽ അതിൽ അന്വേഷണം നടത്തണം. ശ്രീജയേന്ദ്രൻ, തെളിവ് വേണമെങ്കിൽ അതിൽ അന്വേഷണം നടത്തണം. അതാണ് അൻവർ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻവർ പറയുന്നത് പിടിക്കുന്നത് P ശശിയാണെന്നുള്ളതാണല്ലോ. എനിക്ക് അന്വേഷണ ഏജൻസികളില്ലല്ലോ. എനിക്ക് അന്വേഷണ ഏജൻസികളും താങ്കൾക്ക് അന്വേഷണ ഏജൻസികളില്ല, ഇടത് ഘടകകക്ഷികൾക്കും LDF-ലെ ഘടകകക്ഷികൾക്കും അന്വേഷണ ഏജൻസികളില്ല. അന്വേഷണ ഏജൻസികൾ ഉണ്ടായിട്ടാണോ ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കുക? അങ്ങനെയല്ലല്ലോ. ഇന്ന് നോക്കൂ, യോഗത്തിൽ നടന്ന കാര്യം, ഒരു നടപടിയും ഉണ്ടായില്ല. നോക്കൂ, ഈ വിവാദം നോക്കൂ, സംസ്ഥാനമാകെ ഞാൻ യോഗത്തിലെ നേതാക്കളുടെ പ്രതികരണം ഒന്ന് പറയട്ടെ. സംസ്ഥാനമാകെ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ടും വിവാദം മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല. RJD നേതാവ് വർഗീസ് ജോർജ് ആവശ്യം ഉന്നയിച്ചതോടെയാണ് ചർച്ചയ്ക്ക് തയ്യാറായത്. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന CPM ഉള്ള ചർച്ചയിൽ, അവർ മാത്രമുള്ള ചർച്ചയിലും CPI ആവശ്യപ്പെട്ടിരുന്നു. കർശന നിലപാട് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ചർച്ച ചെയ്തില്ല. മന്ത്രിസഭായോഗത്തിലും ചർച്ച ചെയ്തില്ല. LDF യോഗത്തിൽ അത് അജണ്ടയാക്കി പോലും വച്ചില്ല. അപ്പോൾ ഇത് അജണ്ടയാക്കാഞ്ഞ സമയത്ത് ഈ സമിതി യോഗത്തിൽ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് ചർച്ച ചെയ്യുകയെന്ന് RJD നേതാവ് വർഗീസ് ജോർജ് ചോദിച്ചു. അങ്ങനെ ഇടപെട്ടതിന് ശേഷമാണ് ഇത് ചർച്ചയിലെങ്കിലും എടുക്കാനുള്ള തീരുമാനമുണ്ടായത്. നോക്കൂ, ഇവിടെ കേരളം മുഴുവൻ ചർച്ചയാണ്. ഇത്രയും ദിവസമായിട്ടും ഭരണകക്ഷി MLA ആവർത്തിച്ച് വാർത്താ സമ്മേളനങ്ങൾ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഭ്രാന്ത് പറയുകയാണെന്ന മട്ടിലാണോ CPM കാണുന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ PV അൻവറിനെതിരെ നടപടിയെടുക്കൂ. അങ്ങനൊന്നും അല്ല. എന്താണെന്നറിയാമോ, താങ്കൾ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഈ അൻവറിന്റെ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ്. അത് പ്രശ്നം 7,800 പേര് പങ്കെടുത്തു, അക്കാര്യങ്ങളൊക്കെ പരാതി പറയുന്നുണ്ടല്ലോ. അതിനുശേഷം LDFന്റെ കുറെ ആൾക്കാരെയാണ് ഈ SP-യുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ആരാണ് SP? ശശിധരൻ. അത് പ്രത്യേകം പറയുന്നുണ്ട് പേര്. ഇന്നലെ ഉണ്ടായ സംഭവം അറിയാമല്ലോ, ആർക്കാണ് മാറ്റം ഉണ്ടായതെന്ന്. ആ ടീമിന് തന്നെ മാറ്റം ഉണ്ടായല്ലോ. അപ്പോൾ അൻവറിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെ ഏറ്റവും ഗൗരവമായിട്ട് തന്നെയാണ് ഗവൺമെന്റ് അന്വേഷിക്കുന്നത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ DGP-യുടെ ടീം അന്വേഷിക്കുന്നത്. അവരുടെ കൂടെ നിർദ്ദേശപ്രകാരമാണ് ഈ ടീമിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവുന്നത്. വെറുതെ ഒന്നുമല്ല. അത് മതി എന്ന രൂപത്തിൽ അതിനെ കാണേണ്ടതുണ്ടോ? ആര് പറഞ്ഞു അത് മതി? 6ാമത്തെ കാര്യമാണല്ലോ സോളാർ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അത് പരാതിയിൽ 6ാമത്തെ കാര്യമാണ് സോളാർ വിഷയം പറയുന്നത്. അത് ഗൗരവമായിട്ട് അന്വേഷിക്കാൻ DGP-യുടെ ടീം അത് വരുന്നുണ്ട്. വരുന്നുണ്ടെന്നേ, അത് ചെറിയ കാര്യമൊന്നുമല്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അന്വേഷിക്കാൻ പോകുന്നതല്ല.
ഈ പരാതിയിൽ പറയുന്ന 14 കാര്യങ്ങളിൽ 6ാമത്തതാണ് സോളാർ വിഷയം. അത് അന്വേഷിക്കുന്നുണ്ട്. ADGPയുടെയും SP-യുടെയും അപ്പോൾ ഇവിടെ ഈ ഇന്റലിജൻസ് സംവിധാനം എന്ന് പറയുന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്നേ ഇല്ലേ ശ്രീ M ജയചന്ദ്രൻ? ADGP ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നറിയാമായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് ചുമതലയെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ KC വേണുഗോപാലിന് വേണ്ടി പ്രവർത്തിച്ചു, അങ്ങോട്ടേക്ക് അന്വേഷണം പോകരുത് എന്ന പരാതിക്കാരിയോട് പറഞ്ഞു, അങ്ങോട്ട് അവർക്ക് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കേണ്ടതില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്ന രൂപത്തിൽ പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കരുതലോടെ. അതാണ് മനസ്സിലാവാത്തത്. ഇത്രയും ഗുരുതരമായ ആരോപണമായിട്ട് ഇന്നും ചേർത്ത് പിടിക്കുകയാണ്. കരുതലോടെ ചേർത്ത് അതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു? അതാണ് അത്ഭുതപ്പെട്ടു പോകുന്നത്. അങ്ങനെ ചേർത്ത് പിടിച്ചതൊക്കെ പറയുന്ന ഉദ്യോഗസ്ഥന്റെ പേരിലാണ് അന്വേഷിക്കുന്നത്. ഇത് 6ാമത്തെ പരാതി ഇങ്ങനെയാണ്. കേരളീയ സമൂഹം നീതിക്ക് വേണ്ടി കാതോർത്തുന്ന സോളാർ കേസിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നിട്ടും കുറ്റവാളികൾ രക്ഷപ്പെട്ടത് ADGP അജിത് കുമാറിന് ഇടപെടലാണെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് നൽകിയ ശബ്ദ സന്ദേശം വളരെ ഗൗരവത്തിലെടുത്ത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. 6ാമത്തെ പരാതി അത് അന്വേഷിക്കുകയാണ്. CBIക്ക് വിട്ടതാരാണ്? ഏത് CBI? അതുകൊണ്ട് അതിന്റെ കാര്യം തന്നെയാണല്ലോ വരുന്നത്. പറഞ്ഞല്ലോ CBI റിപ്പോർട്ടിൽ ചില പരാമർശങ്ങളുണ്ടല്ലോ. ആ പരാമർശത്തിലുള്ള ആൾ ഇവിടെ മന്ത്രിയായിട്ട് വിലസുന്നുണ്ടല്ലോ. അത് നമ്മൾ തമ്മിൽ എന്തൊരു അക്കാര്യത്തിലൊരു ചോദ്യോത്തര പങ്ക്തി വേണ്ടല്ലോ. അതെന്താണ്? പൊതുജനങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ വീണ്ടും സോളാർ എന്ന് പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഞാൻ ഓർമ്മിപ്പിക്കുകയല്ലോ. ഇടയ്ക്ക് രാജു പി നായർ ചോദിച്ചല്ലോ, അതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാര്യം, 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഞാൻ ഓർപ്പിക്കുന്നതല്ല. DGP അന്വേഷിക്കുന്ന കേസുകളിൽ ഈ 14 എണ്ണത്തിൽ ഈ 6ാമത്തതാണ് ഇതെന്ന് ഞാൻ പറഞ്ഞത്. ADGP അതിന്റെ അകത്ത് പ്രതിയാണ്. ഗവർണർ ഇന്ന് റിപ്പോർട്ട് തേടിയ ഒരു വിഷയമുണ്ട്, അത് താങ്കൾ കണ്ടിരുന്നോ? പിന്നെ അത് നമ്മൾ ആരെങ്കിലും കാണാതിരിക്കുവോ? ഗവർണറല്ലേ, കേരളത്തിന്റെ തലവനല്ലേ. ആരാ കാണാതിരിക്കുന്നത്? ഫോൺ ചോർത്തൽ ഗുരുതരമായ ആരോപണമാണല്ലോ. അത് നന്നായി ചോദിച്ചത്, നന്നായി കേട്ടോ. ഞാൻ ചോദ്യം വന്നാലേ പറയൂ എന്ന് തീരുമാനമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത് നന്നായി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്താണെന്നറിയാമോ? ഇപ്പോ ഞാനും താങ്കളും ഈ പാനലിരിക്കുന്ന ബാക്കിയുള്ളവരും ഒക്കെ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പം മറ്റേത് 66F പ്രകാരമുള്ള അന്വേഷണമൊക്കെ മാറ്റി വെക്കട്ടെ. ഇപ്പൊ അൻവർ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ചോർത്തിയിട്ടുണ്ട്, എന്റെ ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പൊ ആൻഡ്രോയിഡ് ഫോണിൽ ഈ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആരുടെ ആൻഡ്രോയിഡ് ഫോണിലും ഉണ്ടത്. നമുക്ക് സംസാരിക്കുമ്പോൾ അത് ആ വലതുവശത്ത് മുകളിലുള്ള 3 ബട്ടൺ ഉണ്ടല്ലോ, 3 കുത്തുണ്ടല്ലോ, അതിൽ അമക്കിയാൽ സാധനം വരും, റെക്കോർഡ് ചെയ്യുന്നുണ്ടോ റെക്കോർഡ് ചെയ്യാം. അത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ IT ആക്ട് പ്രകാരം നിരോധിക്കട്ടെ യൂണിയൻ ഗവൺമെന്റ്. അന്നേരം ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് എടുത്ത് കളഞ്ഞോളും. അല്ലാതെ ആർക്കാരെ വിളിച്ചാലും ഈ ആൻഡ്രോയിഡ് ഫോണിൽ, മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിന് ഒരു നിയമവിരുദ്ധതയുമില്ല. ഫോണിൽ വരുന്ന കോൾ റെക്കോർഡ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറഞ്ഞത് ശ്രീജേന്ദ്രൻ. ഫോണിൽ വരുന്ന കോൾ റെക്കോർഡ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. അതൊക്കെ വേണമെങ്കിൽ എല്ലാ ഫോണിലും സംവിധാനമുണ്ട്. അതല്ല ചോദ്യം. ഫോൺ ചോർത്തലാണ്. മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തലാണ്. ഫോൺ ചോർത്തൽ നടത്തുന്നു എന്ന ഒരു സൈബർ പോലീസുകാരൻ തന്നെ പറഞ്ഞ ശബ്ദരേഖയും പുറത്തുവിട്ടല്ലോ PV അൻവർ. ഉണ്ട്, ഉണ്ടെന്നേ അത് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ. ഈ പരാതിയിൽ ഇത് പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ അടക്കം, മാധ്യമപ്രവർത്തകരുടെ അടക്കം, മറ്റ് മന്ത്രിമാരുടെ അടക്കം ചോർത്തുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ അതും ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 13 പരാതിയിൽ അതും 5ാമത്തെ പരാതി. താങ്കൾ ഈ എണ്ണം വിട്ടുവെച്ചത് നന്നായി ശ്രീജേന്ദ്രൻ. ആ എണ്ണത്തിന്റെ കണക്കനുസരിച്ചായിരിക്കില്ല ഗവർണർക്ക് റിപ്പോർട്ട് നൽകേണ്ടത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് സമയം സാങ്കേതികത്വവും തടസ്സവും ഒക്കെയാണല്ലോ, നടപടിക്രമത്തിലെ തടസ്സവും ഒക്കെയാണല്ലോ. 1 മാസമാണല്ലോ DGPക്ക് സമയം ശ്രീജയേന്ദ്രൻ. ആ 1 മാസത്തിനുള്ളിൽ കൊടുത്താൽ പോരാ ഗവർണർക്ക് റിപ്പോർട്ട്. അപ്പോൾ എന്ത് ചെയ്യും? എന്റെ ബോധ്യം അങ്ങനെ മതിയാകുമെന്നാണ്. നിന്നെ ആളെ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഗവൺമെന്റ് വെയിറ്റ് ചെയ്യുകയാണ് എന്നല്ലാതെ ഗവൺമെന്റ് എന്ത് പറയാൻ പറ്റും? റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും അന്വേഷിക്കാതെ? അത് ഗവർണറല്ല, ആഭ്യന്തര വകുപ്പ് ഡൽഹിയിൽ ചോദിച്ചാലും വേറെന്ത് പറയാൻ പറ്റും?
അന്വേഷണത്തിൽ ഈ കത്തിന് മറുപടി കൊടുക്കണം, നിശ്ചയമായും കൊടുക്കണം. പക്ഷെ ഇതാണ് ഗവൺമെന്റ് എന്നിങ്ങനെ എണ്ണമിട്ട് നിരത്തിയിട്ടുള്ള ആരോപണങ്ങൾ താങ്കൾക്ക് അതിന്റെ ഓർഡർ അനുസരിച്ച് അറിയാം. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ തുടരണം. അക്കാര്യത്തിൽ തർക്കമില്ല അല്ലേ? അല്ല, എന്റെ തർക്കത്തിന്റെ പ്രശ്നമല്ലല്ലോ. ഇന്ന് നമ്മളെ തുടങ്ങിയത് തന്നെ LDF യോഗത്തിന്റെ തീരുമാനപ്രകാരമല്ലേ. അവർ യോജിച്ചു, തർക്കിച്ചിരുന്നു. പക്ഷെ യോജിക്കുകയല്ല ചെയ്തത്, അവർ വിയോജിപ്പ് അറിയിക്കുകയാണ് ചെയ്തത്. താങ്കൾക്ക് പറഞ്ഞത് കേട്ടിട്ട് മനസ്സിലായില്ലേ? അത് വിയോജിപ്പ് അറിയിക്കുക അങ്ങനല്ലോ. അത് താങ്കളുടെ മനസ്സിലാക്കേണ്ട പ്രശ്നം മാത്രമായിട്ട് ഞാൻ കരുതൂ. കാരണം അവർ തർക്കിച്ചു, വിയോജിച്ചു, പക്ഷെ ഒടുവിൽ കൂട്ടായ തീരുമാനത്തിലെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. താങ്കൾ അങ്ങനെയല്ല മനസ്സിലാക്കിയെങ്കിൽ എനിക്കറിയാം, എന്ന് പറയാനില്ല അതിനെപ്പറ്റി. നമുക്ക് നാളെ നോക്കാം ഘടകകക്ഷികളുടെ കർശന നിലപാട് നാളെ വേറെ രൂപത്തിൽ വരുന്നോ എന്ന്. CPI അകത്തും പുറത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. CPM യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പറയാൻ ഉദ്ദേശിച്ചില്ല. LDF യോഗത്തിൽ അജണ്ട പോലും വെച്ചില്ല. തീരുമാനമെടുത്തു. അടിയന്തരമായി ചെയ്യേണ്ട കാര്യം സഖാക്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ ബോധ്യപ്പെടുത്തി കോൺഗ്രസിന്റെ പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അത് മതി തൽക്കാലം അല്ലേ? അല്ല, അത് താങ്കൾ പറഞ്ഞതുപോലെ നാളെ നമുക്കറിയാം എന്താണ് ഘടകകക്ഷികൾ പരസ്യമായ നിലപാടെടുക്കാൻ പോകുന്നത് നാളെ അറിയാമല്ലോ. ഇന്നിപ്പോ വർഗീസ് ജോർജ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബിനോയ് വിശ്വം ഒന്നും പറഞ്ഞില്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആരൊക്കെയാണ് നാളെ ഇത് സംബന്ധിച്ച് പറയാനുള്ളത് നമുക്ക് നാളെ നോക്കാമല്ലോ. ശരി, നമുക്ക് നോക്കാം. ശ്രീ ഷാജി രാഘവൻ, ADGP ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം നേരിടട്ടെ എന്നതാണോ BJPയുടെ അഭിപ്രായം? അല്ല, ഈ പ്രശ്നം കേരളത്തിൽ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ BJP കേരളത്തിൽ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ആ നിലപാടെന്ന് പറയുന്നത് ആരോപണ വിധേയമായവർ, അത് മുഖ്യമന്ത്രി ആയാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും ADGP ആയാലും മറ്റാരായാലും കൃത്യമായ കേസന്വേഷണം അല്ലെങ്കിൽ ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണമെങ്കിൽ അവർ ആ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. കേവലം ADGP മാത്രം മാറി നിന്നുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുന്നില്ല. അൻവർ ഉന്നയിച്ച ആരോപണത്തിൻ്റെ മുൾമുന ഏറ്റവും അവസാനം ചെന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്മൃതി, ഞാൻ ഈ സംബന്ധിച്ച് രണ്ട് കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇതിനകത്ത് നമ്മൾ ഇന്ന് ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പലരും സൂചിപ്പിച്ചതുപോലെ ഗൗരവമേറിയ ഒരു വിഷയം, അതിലൊന്ന് ഫോണിൻ്റെ ചോർത്തലാണ്. ഈ ഫോൺ ചോർത്തൽ സംബന്ധിച്ച് ഗവർണർ ഇപ്പോൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് പെഗാസസ് എന്ന് പറയുന്നൊരു വിഷയം പാർലമെൻറ്റ് മുഴുവൻ ഒരു സീസൺ മുഴുവൻ സ്തംഭിപ്പിച്ചവരാ കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്ന് പോയ 10-18 MP-മാർ. ഇന്ന് VD സതീശനും അല്ലെങ്കിൽ രാജീവ് P. എബ്രഹാം ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയുമ്പോൾ അവർക്കിതൊരു വിഷയമേ അല്ലല്ലോ ഫോൺ ചോർത്തിയത്. പ്രതിപക്ഷ നേതാവിൻ്റെയും മന്ത്രിയുടെയും സിനിമാക്കാരുടെയും രാഷ്ട്രീയക്കാരൻ്റെയും മാധ്യമക്കാരൻ്റെയും പോലീസുകാരൻ്റെയും ഒക്കെ ചോർത്തി. അതിനൊക്കെ അപ്പുറം ഒരു MLA, ഭരണകക്ഷി MLA പറയാൻ ഞാനും ചോർത്തി എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത്. ഈ ഗുരുതരമായ പ്രശ്നം പോലും ചർച്ച ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എവിടെ? ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതിന് കാരണമുണ്ട് സ്മൃതി. ഞാൻ അതുകൂടെ സൂചിപ്പിച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന്, ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് UDF ആണ്. UDF കേരളത്തിൽ അനുവർത്തിച്ച് വരുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി വിജയൻ 2 ടേമിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇത് LDF സ്വീകരിച്ചിട്ടുണ്ട്. ഇവരിതിൽ മത്സരിക്കുകയാണ്. ഇതാണ് ഈ വിഷയത്തിൽ പോലും ഏറ്റവും അവസാനം. അതുകൊണ്ടാണ് ബാക്കി വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് RSS നേതാവും ADGP സംസാരിച്ച വിഷയം മാത്രമേ ഇവർ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്ന്, CPM-നുള്ളിൽ ഇതിനപ്പുറത്തൊരു ഒരു കൃത്യമായൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അൻവർ അല്ലാതെ ആരെങ്കിലും ആയിരുന്നു LDF-ൽ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ ചന്ദ്രശേഖറിൻ്റെ ഗതി വരില്ലായിരുന്നു. 56 പേർ ചിലപ്പോൾ 100 വെട്ടായിരിക്കും ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇന്ന് അൻവറിനെ പിന്തുണയ്ക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, അല്ലെങ്കിൽ വേറെ ഇന്നും LDF-ന്റെ കൺവീനറൊക്കെ വളരെ മയത്തിലാണ് അൻവറിനെ പറഞ്ഞു പോകുന്നത്. CPM-ൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ CPM-ൽ പിണറായി വിജയനെതിരെ ഒരു യുഗം ഉദയം കൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം കൂടെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ചോദിക്കുന്നത്, BJP കേരളത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ കേവലം രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണോ ഈ വിഷയം? ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ് കേരളത്തിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുക മാത്രമല്ല, വളരെ കൃത്യമായി രാഷ്ട്രീയമായി അവർ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ചർച്ചയുടെ സമയം അവസാനിച്ചതുകൊണ്ട്. വളരെ കൃത്യമായി ഫലപ്രദമായി 2 മുന്നണികളും BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് കേരളത്തിൽ നേടി ഒരു MP കേരളത്തിൽ നിന്ന് ജയിച്ചു കയറി.
ആ വോട്ട് ചെയ്ത വോട്ടർമാരെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് കേരളത്തിൽ വലിയ തോതിലുള്ള പ്രചാരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് UDF-ഉം LDF-ഉം വളരെ ഗുരുതരമായ ഈ ആരോപണത്തെയും ഈ വിഷയത്തെയും കേരളത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ശരി ശ്രീ രാജു പി നായർ മറുപടി നൽകാം. ന്യൂനപക്ഷ പ്രീണനമാണ് ആത്യന്തികമായി ഈ വിഷയത്തിൽ കാണുന്നത്. അതിൽ നിങ്ങളും LDF-ഉം മത്സരിക്കുന്നു. അല്ല, അത് ഉണ്ടാക്കിയ അറേഞ്ച്മെന്റ് ജയേന്ദ്ര മാഷിന്റെ അടുത്ത് ഇട്ടുകൊടുത്തല്ലോ. ജയേന്ദ്ര മാഷെ, ക്രൈം ഹാസ് നോ റിലീജിയൻ. കുറ്റകൃത്യത്തിന് ഒരു മതവുമില്ല. നിങ്ങൾ ഇതിനകത്ത് ന്യൂനപക്ഷത്തിന്റെ വാദം കൊണ്ടുവരുന്നത് തന്നെ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അവിടെ ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, മറ്റൊടത്ത് വയ്ക്കും. സ്മൃതിക്ക് ഓർമ്മയില്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈരാറ്റുപേട്ടയിൽ വന്ന് പറഞ്ഞത്? ഒരു കുറ്റകൃത്യം നടന്നപ്പോൾ ആ കുറ്റകൃത്യത്തിൽ മുഴുവൻ പെട്ടത് ഒരു മതത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞത് BJPയുടെ മുഖ്യമന്ത്രിയല്ല, CPM-ന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആലോചിച്ച് നോക്കണം. അപ്പൊ കൃത്യമായിട്ട് ഇതിനെ വർഗീയവൽക്കരിക്കാനും RSS-ന് അജണ്ട ഇട്ട് കൊടുക്കാനും CPM നിൽക്കുന്ന ആയുധമെടുത്ത് കയ്യിലേക്ക് കൊടുക്കാണ്, വെട്ടിക്കോടാന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ, ഇപ്പൊ അവിടെ എന്താ മുസ്ലിം അൻവറിന്റെയും KT ജലീലിന്റെയും കാരാട്ട് റസാഖിന്റെയും മുസ്ലിം ലീഗിന്റെയും വിഷയമായി മാറി. ജയേന്ദ്ര മാഷ് പറഞ്ഞാണ്, മുസ്ലിം ലീഗിനെ കൂട്ടിക്കെട്ടി ആ വിഷയമായി മാറി. സ്മൃതി പറഞ്ഞു അതിനിപ്പുറത്ത് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആരോപണത്തിൽ നിൽക്കുന്നവരെ അവരല്ലല്ലോ എന്നുള്ളത് പറഞ്ഞു. അത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ BJP പറയുകയാണ് ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ഭയങ്കര സംഭവമായിട്ട് അങ്ങ് എടുത്തിരിക്കാൻ പറഞ്ഞ ആരോടും. BJP എത്ര സമരം നടത്തി? BJP നടത്തി? ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ തലയടിച്ച് പൊട്ടിച്ച് കൈയോടിച്ച് വീട്ടിൽ കിടക്കുകയാണ് ദിവസങ്ങളായിട്ട്. സുധാകരൻ ഉൾപ്പെടെ എന്നിട്ട് എന്ത് ചെയ്തു? ഒരൊറ്റ സമരം പ്രഹസനമാക്കി മാറ്റുകയല്ലാതെ എന്ത് സമരം നടത്തി? അപ്പൊ ഇത് മുഴുവൻ അല്ലല്ല, ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടായിരുന്നല്ലോ. ഒരു രാഷ്ട്രീയ വഞ്ചനയുണ്ട്. BJPയുടെ വക്താവ് ഒന്ന് ഒരു കാര്യം പറയൂ. നിങ്ങൾ ADGP ദത്താത്രേയ ഹൊസാബിളയെ കണ്ടിട്ടില്ല എന്ന് നിങ്ങളുടെ നേതാവ് RSS നേതാവ് ഈശ്വരൻ എന്തിനാ കള്ളം പറഞ്ഞത്? നിങ്ങൾ അതിനൊരു മറുപടി പറയാൻ പറ്റുമോ? മുഴുവൻ CPM-നോടൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമമാണ്. ഇല്ലേ RSS-ന്റെ നേതാവ് നിങ്ങൾക്ക് രാജു പി നായർ, ഞാൻ ചോദിച്ചത് ഫോൺ ചോർത്തിയ വിഷയം കേരളത്തിലെ ഏറ്റവും ഗുരുതരമായ വിഷയം. നിങ്ങൾ വിഷയം മാറ്റുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഗുരുതരമായ വിഷയം ഫോൺ ചോർത്തലല്ലേ? നിങ്ങൾ പെഗാസസിന്റെ വിഷയത്തിൽ ഒരു പാർലമെന്റ് സ്തംഭിപ്പിച്ച പാർട്ടിയാണ്. ഒരു പെഗാസസിന്റെ വിഷയത്തിൽ പാർലമെന്റ് സ്തംഭിപ്പിച്ച പാർട്ടിയല്ലേ നിങ്ങൾ? പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനത്തിലും ആ പ്രതികരണം കണ്ടതാണ്. ഏതിലൂന്നണമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ. ഏതിലൂന്നണം, ഏതിലാദ്യം നടപടി വേണം എന്നുള്ള കാര്യത്തിൽ എന്തിനാണ് RSS ഒരു മാസം സമയമുണ്ട് എല്ലാവരും കൂടിക്കാഴ്ച നിഷേധിച്ചത്? എന്തിനാണ് RSS നിഷേധിച്ചത്? അല്ല രാജു പി നായർ, നിങ്ങൾ ഈ RSS BJP CPM ചർച്ച വിട്ടിട്ട് ഞാൻ വളരെ ഗുരുതരമായി, നിങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ച നടത്തുന്നത്? ശ്രീ അൻവർ ഉന്നയിച്ച ആരോപണമല്ലേ? ഈ ആരോപണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവറായിട്ടുള്ള അൻവർ MLA-യും ADGP മുഖ്യമന്ത്രിയുടെ ഓഫീസും ഫോൺ ചോർത്തിയ ആരോപണമുണ്ട്. അതിനെപ്പറ്റി കോൺഗ്രസിന് നിലപാടുണ്ടോ? ഗവർണർക്ക് മുഖ്യമന്ത്രി എന്ത് റിപ്പോർട്ട് നൽകുന്നതെന്ന് നോക്കാം. ഘടകകക്ഷികൾ നാളെ കൂടുതൽ കരുത്തോടെ പ്രതികരിക്കുമോ അതോ നിശബ്ദരാകുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ടാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച തുടരാം. ശ്രീ രാജു പി നായർ, ശ്രീ M ജയചന്ദ്രൻ, ഷാജി രാഘവൻ, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.